നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും താഴെ ഉള്ളൊരു കൊച്ചു സംസ്ഥാനം, അതാണ് നമ്മുടെ കേരളം. ഗോഡ്സ് ഓൺ കൺട്രി, അതെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്. വളരെ മനോഹരമായ പ്രദേശം, പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പ്രദേശം. അതായത് പുഴകളും നദികളും തോടുകളും ആറുകളും അതുപോലെ തന്നെ നെൽപ്പാടങ്ങളും വയലുകളും തെങ്ങും തോപ്പുകളും, അങ്ങനെ വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി. അതിൽ നിങ്ങൾക്കറിയാമല്ലോ 14 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അതിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ഒരു ഡിസ്ട്രിക്റ്റ്, അതെ, പാലക്കാട്. പാലക്കാട് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട്. ഇത്രയുമേ ഉള്ളൂ എനിക്കറിവുള്ളൂ, അതിൽ കൂടുതൽ അറിവില്ലായിരുന്നു. പക്ഷേ എൻ്റെ ബാല്യകാല സഖി, കളിക്കൂട്ടുകാരി, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. അതെ, അനിത. അവളിപ്പോൾ അനിത ടീച്ചറാണ്. അവളെ കോട്ടയത്ത് നിന്നും പാലക്കാടിലോട്ടാണ് കല്യാണം കഴിച്ചു വിട്ടത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വളരെ ദുഃഖിച്ചു. പാലക്കാട് എന്ന് പറയുന്ന ഒരു ഓണം കേറാ മൂലയാണ്, അവൾ അവിടെ എന്ത് ചെയ്യും, ഈ കോട്ടയത്തു നിന്നൊക്കെ പോയിട്ട് അവൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അവൾ തുടർച്ചയായിട്ട് എപ്പോഴും പാലക്കാടിൻ്റെ വളരെ മനോഹരമായ സീനറികൾ, നല്ല നല്ല നെൽപ്പാടങ്ങളും തെങ്ങും തോപ്പുകളും പനങ്കാടുകളും അതുപോലെ തന്നെ വളരെ താമരക്കുളങ്ങളും, ഇങ്ങനെ വളരെ മനോഹരമായ മലകളും കുന്നുകളും നല്ല സീനറികളൊക്കെ അയച്ചു വന്നപ്പോൾ എനിക്കും ഒരാഗ്രഹം, ഈ പാലക്കാട് ഒന്ന് സന്ദർശിച്ചാൽ കൊള്ളാമെന്ന്. അങ്ങനെ എനിക്ക് പാലക്കാട് സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടി. പാലക്കാട് ഞാൻ പോയത് ഒരു മെയ് മാസത്തിലായിരുന്നു. വളരെ ചൂടുള്ളൊരു സമയമായിരുന്നു. എന്നാലും പാലക്കാട് വളരെ മനോഹരിയായി തന്നെ ഇരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ പാലക്കാടിൻ്റെ ആ മനോഹരിതയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഞാൻ കോട്ടയത്ത് നിന്ന് പാലക്കാട്ടിലോട്ട് യാത്ര തിരിച്ചു. കോട്ടയത്ത് നിന്നും കുതിരയാൻ എന്ന് പറയുന്ന ഒരു തുരങ്കം, ആ തുരങ്കത്തിൽ കൂടെയാണ് പാലക്കാടിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ പാലക്കാടിൽ വളരെ മനോഹരമായ പല സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട് താമസിക്കുന്ന സ്ഥലമാണ് കൊല്ലങ്കോട്. അപ്പോൾ എനിക്ക് 3 ദിവസം പാലക്കാട് എൻ്റെ ഫ്രണ്ടുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ, അവൾ ഞങ്ങളെ, അതായത് ഞാനും എൻ്റെ മോളും അതുപോലെ തന്നെ എൻ്റെ നാത്തൂനും എൻ്റെ ആൻറ്റിയും, ഞങ്ങളാണ് കോട്ടയത്ത് നിന്ന് പാലക്കാട്ടിലോട്ട് പോയത്. അപ്പം ഞങ്ങൾ 3 ദിവസം കൊല്ലങ്കോടിൻ്റെ വളരെ മനോഹരമായ ആ കൊല്ലങ്കോടിൻ്റെ പല സ്ഥലങ്ങളും ഞങ്ങൾക്ക് കാണാൻ അവസരം കിട്ടി. പാലക്കാട് എൻ്റെ നെല്ലറ, സഹ്യസാനുവിൻ താഴ്വരയിൽ സരസകോമളമായൊരു ദേശം, സത്യവും ധർമ്മവും നീതിയും നിലനിർത്തും സൗഭാഗ്യവർഷിണി എൻ്റെ നാട്. മലകളും പുഴകളും നിറഞ്ഞൊരു ഭൂമിയിൽ വയലേലകളും നിറഞ്ഞു നിൽക്കുന്നു. നാടിനെ കാക്കുന്ന കിങ്കരരെന്ന പോൽ 4 ഭാഗത്തും കരിമ്പനകൾ. ഭാരതപ്പുഴയാൽ സമൃദ്ധമായിടുന്നു ഭാരതത്തിൻ്റെ ഈ ഭാസുര ദൃശ്യം. തെങ്ങിൻ തോട്ടങ്ങളും നെൽവയലുകളും കരിമ്പനകളും പാലക്കാടിൻ്റെ പ്രത്യേകത. ചിത്രത്തിലെന്ന പോൽ ചാലിച്ചെഴുതി ചൈത്രമാസത്തിൽ പ്രകൃതി നാടിനെ, മഞ്ഞപ്പട്ടാടയണിഞ്ഞും കാറ്റിൽ മഞ്ജുള മൃദുമന്ദഹാസത്തോടും. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ജയ. ഇന്ന് എനിക്ക് ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. എൻ്റെ കൂടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച അനിത, അവൾ ഇന്ന് അനിത ടീച്ചറാണ്. ആ ടീച്ചറിന്റെ നാടായ പാലക്കാട്, അതായത് പ്രകൃതി രമണീയം, പ്രകൃതി സുന്ദരമായ, നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര സുന്ദരമായ ഒരു നാടാണെന്ന്. ഈ സ്ഥലത്ത് വന്ന് ഇവളോടൊപ്പം എനിക്ക് കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. നമ്മൾക്ക് അനിത ടീച്ചറിനോട് ചോദിക്കാം ഈ പാലക്കാടിനെ പറ്റിയും
പാലക്കാടിൻ്റെ പ്രത്യേകതയെ പറ്റിയും അതിൻ്റെ മനോഹാരിതയെ പറ്റിയും. പാലക്കാടെന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്? ശരിയാണ്, കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട്. പാലക്കാട് കേരളത്തിന്റെ നെല്ലറ ആണ് അറിയപ്പെടുന്നത്. ഇത്രയും നാള് പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിരുന്നു. ഇപ്പോൾ 2ാം സ്ഥാനമാണ് പാലക്കാട് ജില്ലയ്ക്ക്. കേരളത്തിന്റെ നെല്ലറ എന്ന് പറയുന്നത് ഇവിടെ നെൽപ്പാടങ്ങൾ, അനവധി നെൽപ്പാടങ്ങളുണ്ട്. മണ്ണിട്ട് നികത്തി ഫ്ലാറ്റുകളും അതുമൊക്കെ പണിയുന്നത് പോലെ ഇവിടെ അത്ര ആയിട്ടില്ല. ഇപ്പോഴും ഇവിടെ നെൽപ്പാടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ പ്രകൃതി രമണീയമായ ആ പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ കാണാൻ ഇവിടെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതി രമണീയമായ ഒരു ഗ്രാമം എന്നാണിപ്പോൾ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണിപ്പോൾ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. നല്ലൊരു ഈ പ്രദേശത്തിനെ താമരപ്പാടം എന്ന് പറയും. ഈ പാടങ്ങളെല്ലാം ഇപ്പോൾ ഉഴുതു മറിച്ച് നിൽക്കുന്ന സമയമാണ്. അതിനുശേഷം വിതച്ചു കഴിഞ്ഞാൽ എല്ലായിടവും നല്ല പച്ച പരവതാനി വിരിച്ചതുപോലെ വളരെ മനോഹരമായിരിക്കും. ആളുകൾ വളരെയധികം ദൂരദേശത്തു നിന്നൊക്കെ ഇവിടെ വന്ന് ഈ പ്രകൃതി രമണീയത കാണുന്നതിനായി ഇവിടെ വരാറുണ്ട്. ഈ പുറയിൽ കാണുന്നതാണ് പശ്ചിമഘട്ട നിരകൾ, വെസ്റ്റേൺ ഘട്ട്സ് എന്ന് പറയും. തമിഴ്നാടിനെ കേരളവുമായി വേർതിരിക്കുന്ന ഒരു മലയാണ്. ഇതിന് മുകളിൽ, ഇതിന് മറുവശത്താണ് നെല്ലിയാമ്പതി എന്ന് പറയുന്ന പ്രദേശം. നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത്. മുഴുവൻ എസ്റ്റേറ്റുകളും വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതിയും. അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഇതിന്റെ കൂടെ ഒരു ലൈനൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇടയ്ക്ക് വെള്ളച്ചാട്ടം വരുന്ന, വെള്ളം ഒഴുകുന്ന ആ ഭാഗമാണ്. ഈ മഴയൊക്കെ പെയ്യുമ്പോ വെള്ളച്ചാട്ടം ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് നീ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. ഇതിന്റെ മണ്ടേക്കട ഇതാണല്ലേ, മഴക്കാല പർവ്വതത്തിന്റെ മണ്ടേക്കട. ഇങ്ങനെ മഴക്കാലത്ത് വെള്ളം ഇങ്ങോട്ട് താഴോട്ട് വരും. മഴക്കാലത്ത് നല്ല ഭംഗിയാണ്. എല്ലാവിടെയും വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ പല സ്ഥലത്തും കാണാം. ഇപ്പോൾ നല്ല വേനലായതുകൊണ്ട് വെള്ളത്തിന്റെ ലഭ്യത കുറവ് കാരണം ഇങ്ങനെ മലയെല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുവാണ്. അതുപോലെ തന്നെ ഇപ്പൊ പാടാണെങ്കിലും കൃഷിയെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത ക്രോപ്പിനതേ ഉള്ളു. അതാണ് പാടമൊക്കെ ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. ഇനി വിതയ്ക്ക് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ എല്ലാം നല്ല പച്ച നിറമുള്ള ചെടികളായി വളരും. ആ സമയത്ത് ഇവിടെ കാണാൻ വളരെ ഭംഗിയാണ്. ഒരു സ്വർഗതുല്യമാണെന്ന് പറയാം. അത്രയും ഭംഗിയായിരിക്കും ഈ പ്രദേശം. അപ്പൊ ഇവിടെ നെല്ലും പിന്നെ തെങ്ങുകളും പനയുണ്ട്. പനങ്കാറ്റ് പാലക്കാടിന്റെ ഒരു പ്രത്യേകതയാണ്. പാലക്കാടൻ കാറ്റ് എന്ന് പറയും. പനങ്കാറ്റെന്നും പറയും. പനകൾ നിറയുള്ളത് കൊണ്ടായിരിക്കും പനങ്കാറ്റ് എന്ന് പറയുന്നത്. പിന്നെ തെങ്ങുകൾ നിറയുണ്ട്. പിന്നെ ഇത് മാവാ ഇതൊക്കെ നിൽക്കുന്നല്ലേ, പലതരം മാങ്ങകളുണ്ട്. മാവിൻ തോട്ടങ്ങളൊക്കെ ഇവിടെ ധാരാളമുണ്ട്. മാംഗോ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഈ കൊല്ലങ്കോട് മുതലമട പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മുഴുവൻ മാവിൻ തോട്ടങ്ങളും പലതരമുള്ള മാങ്ങകൾ, പല വിധത്തിലുള്ള മാങ്ങകളുണ്ട്. ഇവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. മാങ്ങയുടെ പല ഐറ്റങ്ങളും ഈ ഭാഗത്തു നിന്നാണ് എക്സ്പോർട്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏത് ഐറ്റമാണ്, ഏത് മാങ്ങയാണ്? അൽഫോൻസ്, വേറെ അൽഫോൺസ്, പിന്നെ നിങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോ കേട്ടി കിളിച്ചുണ്ട മാവ്, മാങ്ങ, അങ്ങനെ പല മാങ്ങകളുണ്ടല്ലേ. ശരി. അപ്പം പനയും പിന്നെ പനങ്ങളിലൊക്കെ കാണുമായിരിക്കുമല്ലോ അല്ലേ? പനങ്ങളിലും പിന്നെ പനയിൽ വല്ല യക്ഷിയുണ്ടോ? നമ്മുടെ ഓരോ വിശ്വാസങ്ങളാണ്. പനങ്ങളിലൊക്കെ ഫ്രഷ് ആയിട്ട് കുടിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ്. ഓക്കെ. എനിവേ ഈ പ്രദേശം എത്രയും നല്ല മനോഹരമായ ഇത് കാണാനും ഇതെല്ലാം ആസ്വദിക്കാനും എനിക്ക് അവസരം കിട്ടിയതിനോർത്ത് ഞാൻ തന്നെ സന്തോഷിക്കുന്നു. നിന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് കോട്ടയത്തു നിന്ന് ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടപ്പോൾ ഒരു വിഷമമായിരുന്നു. പക്ഷെ ഇത്രയും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നീ എന്താണ് ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന്. ശരിക്കും നല്ല പ്രദേശമാണ്. വളരെയധികം ഇഷ്ടപ്പെട്ടു. ശരി, എന്നാലും നമുക്ക് മുമ്പോട്ട് പോയി ഒരു പനയെ കാണാം. പനങ്ങളിലും ഒക്കെ കിടക്കുന്നതേ ഉള്ളൂ. ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഒന്നാമത്തെ ദിവസം ഞങ്ങൾ ഏകദേശം ഉച്ചയോടുകൂടി കൊല്ലങ്കോടെത്തി.
കൊല്ലങ്കോട് എത്തി. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് അതായത് നെല്ലിയാമ്പതി മലനിരകൾ. അത് നമ്മൾ പറയുന്നത് പാലക്കാടിൻ്റെയും അതായത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറായിട്ട് ഇങ്ങനെ വലിയ മല സഖ്യപർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന മലകൾ, അതായത് നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്ന വൻ കോട്ട. ആ മലകളുടെ ഇടയിലൂടെയുള്ള മാന്തോപ്പുകളും പിന്നെ പനങ്കാടുകൾ, അതായത് പനക്കള്ള് വളരെ മധുരമുള്ളതാണ്. ഒരു പനങ്കള്ള് എങ്ങനെയാണ് എടുക്കുന്നത് അതൊക്കെ കാണാനായിട്ടും അതോടൊപ്പം തന്നെ പനം നുങ്ക് അത് അതായത് നമ്മുടെ കരിക്കൊക്കെ ഇല്ലേ തെങ്ങിൻ്റെ കരിക്ക് പോലെ പനയ്ക്കൊരു നുങ്കുണ്ട്. ആ പന നുങ്കും അതൊക്കെ കഴിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ അനിതയുടെ അതായത് ഒരു 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു നായർ തറവാട് അതും കാണാൻ പറ്റി. ഇതൊക്കെ ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസം സാധിച്ചു. അതോടൊപ്പം തന്നെ ചിങ്ങന്തറ കറുപ്പുസ്വാമി ക്ഷേത്രം, ആ ക്ഷേത്രവും വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ വലിയ ഭീമാകാരമായ വലിയ വൃക്ഷങ്ങൾ, അതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ താഴോട്ട് നിൽക്കുന്ന കണ്ടാൽ വളരെ മനോഹരമാണ്. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ സാധാരണ വീടില്ലാത്തവർ, കുട്ടികളില്ലാത്തവർ അവരവിടെ പോയി ഓരോ ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വീടിൻ്റെ പോലത്തെ, അതെല്ലാം അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അവർ ഇങ്ങനെ കെട്ടിയിടും. എന്നിട്ട് ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ അവർ വന്ന് കോഴീനെയോ ആടിനെയോ ഒക്കെ അവിടെ വെച്ച് തന്നെ കൊന്ന് പാചകം ചെയ്ത് ഭക്ഷിക്കുന്ന ഒരാചാരം. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകാൻ പറ്റി. ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. പാലക്കാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അവിടുത്തെ നെല്ലും പാടങ്ങളും തെങ്ങുകളും പനയും. പിന്നെ പനയുടെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ് പനങ്കള്ള്, ഔഷധ ഗുണമുള്ളതാണ്. ചേട്ടന്റെ പേരെന്താ? കലാധരൻ. എത്ര നാളായിട്ട് ഈ പനയുടെ മുകളിൽ കയറി കള്ള് ചെത്തുവോ? എത്ര നാളായിട്ട് ഈ പണി? 10-20 വർഷമായിട്ട്. അപ്പൊ ഒത്തിരി പനകളെ കേറിയിട്ടുണ്ട്. ഇതാണ് മെയിൻ ജോലി? ഇതാണ് ജോലി ആണോ? അപ്പൊ കുടുംബമായിട്ട് തന്നെ പാരമ്പര്യമായിട്ട് അച്ഛനും മുത്തശ്ശന്മാരും എല്ലാം ആണ്, 3ാം തലമുറയാണ്. അപ്പൊ ചെത്താണ് പണി. അപ്പൊ ഇത് ഇവിടെ ഈ കിടക്കുന്ന എല്ലാം പനം കാമ്പ് എന്ന് പറയും, പനം നൊങ്ങ്. ഇത് നമുക്ക് കഴിക്കാമോ? ഒത്തിരി ഔഷധ ഗുണം ഉള്ളതാണ്. പനം കള്ളും ഔഷധ ഗുണം ഉള്ളതാണ്. പനം കള്ള് കുടിച്ചാല് നമ്മള് പൂസാകൂ? ഇല്ലേ? നാരങ്ങ സോഡ കുടിച്ച നാരങ്ങ ഒരു കുഴപ്പമില്ല, എത്ര വേണേലും കുടിക്കാം. നമ്മുടെ ശരീരത്തിന് ആവറേജ്. ഇത് കേട്ട് ആരും ഇത് അമിതമായിട്ട് ഉപയോഗിക്കരുത്. പിന്നെ 21 വയസ്സിന്റെ താഴെയുള്ള ആരും ഇത് കുടിച്ചേക്കല്ല. ഇതും ഒരു കള്ളായിട്ട് ആൽക്കഹോളായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഇത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതാണ്, കലർപ്പില്ലാതെ. ഈ തെങ്ങിന്റെ മണ്ടേ കയറി ഇത് എങ്ങനെ എടുക്കുന്നെന്ന് നമുക്കൊന്ന് തെങ്ങല്ല, പനയുടെ മുകളിൽ കയറി ഇതെങ്ങനെയാ എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇതാ നമ്മുടെ കലാധരൻ ചേട്ടൻ നമ്മുടെ പനയുടെ മണ്ടയിലോട്ട് കയറുന്നു. അങ്ങോട്ട് മുകളിലോട്ട് ചെന്ന് ചേട്ടൻ മുകളിൽ എത്തിയിരിക്കുന്നു. പനം കള്ള് ചെത്തുന്ന പരിപാടി നടക്കുന്നു. കലാധരൻ ചേട്ടൻ ഇതാ പനയിൽ നിന്ന് മന്ദമായിട്ട് കള്ളുമായിട്ട് എത്തിയിരിക്കുന്നു. ചേട്ടൻ അങ്ങോട്ട് പോയപ്പോ തേണ്ട ഈ കുടം കാലിയായിരുന്നു. ഇപ്പൊ നോക്ക്, നല്ല നൊരയുള്ള പൊങ്ങുന്ന പനങ്കള്ളുമായിട്ട് വന്നിരിക്കുന്നു. എന്നും ഇത്രയൊക്കെ കള്ള് കിട്ടുമോ? ആണല്ലേ, ഏറെക്കുറെ ഇത്ര. രാവിലെ വൈകുന്നേരം 2 നേരം പന ചെത്തും. അപ്പൊ 2 നേരം ഇങ്ങനെ കിട്ടും. അപ്പൊ ഈ പനന്നൊങ്കും കിട്ടുവോ? ഓക്കെ, ഞാൻ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. ഒരു ഇച്ചിരി മതിയേ.
നല്ല മധുരമുണ്ട്. ഉം. കൊള്ളാം കൊള്ളാം. Okay. നല്ല കള്ളിന്റെ മണവും ഉണ്ട്. പിന്നെ കൊള്ളാം പാലിന്റെ കൊള്ളാം. നല്ലതായിട്ടിരിക്കുന്ന. താങ്ക് യു. Thank you. ഞാൻ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കൊല്ലങ്കോടിന്റെ മറ്റൊരു സവിശേഷതയുടെ മുന്നിലാണ്. ഇത് എന്ത് മരമായി ഇത്? ഇത് ആൽമരമാണ്. വർഷങ്ങൾ പഴക്കമുള്ള ആൽമരമാണ്. ഇതിന്റെ വേര് താഴെത്തി അതും ഒരു പുതിയ മരം പോലെ. ഈ മരം എല്ലാം വേരിൽ നിന്ന് പുതിയ മരം കിളിർത്തിരിക്കുന്ന. വേര് താഴെ വന്ന് മുട്ടി അതൊരു മരം പോലെ അതങ്ങനെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഇതൊരു ശരിക്കൊരു പ്രകൃതി ക്ഷേത്രം എന്നാണ് ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. ചിങ്ങഞ്ചിറ എന്ന് പറയും. ചിങ്ങഞ്ചിറയിലെ പ്രകൃതി ക്ഷേത്രം. ഈ ക്ഷേത്രമാണ് ഈ ആൽമരച്ചോട്ടില്. അതേപോലെ ഇവിടെ ആദ്യം ഒരു വിഗ്രഹം ആളുകൾ പൂജിച്ചിരുന്നു. ചിങ്ങഞ്ചിറ മുത്തപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. കറുപ്പസ്വാമി എന്നും പറയും. ഇവിടെയുള്ള ജനങ്ങൾ കറുപ്പസ്വാമി എന്നും പറയും. അതിനുശേഷം അവരുടെ ആരാധന ദിവസവും ആരാധിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അതിനടുത്ത് തന്നെ തനിയെ ഒരു വിഗ്രഹം തനിയെ പൊങ്ങി വന്നു. അതായത് സ്വയംഭൂ എന്നൊക്കെ പറയും. അങ്ങനെ അത് ആരുടെ വിഗ്രഹമായിരുന്നു? അത് കറുപ്പസ്വാമി എന്നാണ് ഇവിടെയുള്ള ജനങ്ങള്, അത് ശിവന്റെ ഒരു അവതാരമായിട്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ കാണുന്നത്. പിന്നെ ഇവിടെ പണ്ട് ഈ കാട്ടിൽ ഉള്ള ആളുകളെല്ലാം ഇവിടെ വന്ന് പൂജ ചെയ്തിരുന്നു. ഇവിടെ ഈ പുറകിലേക്കെല്ലാം കാടാണ്. അതുപോലെ ഇവിടെ കോഴി വെട്ടി കോഴിയെ അറുത്ത് അതാണ് അവിടെ കാണുന്ന അതൊക്കെയാ. ഇവിടെ ഈ ദൈവത്തിന് കോഴിയെ വെട്ടി അത് പാചകം ചെയ്ത് ഇവിടെ ആഹാരം കഴിക്കുക. അതാണ് ഇവിടുത്തെ പ്രധാന പൂജ. ഇവിടെ കാര്യസാധ്യത്തിന് വേണ്ടി പലരും വരാറുണ്ട്. പലരും ഇപ്പോഴും കോട്ടയത്തുനിന്നും പലരും വിളിച്ചു ചോദിക്കാറുണ്ട്. അവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷം കാര്യം സാധിച്ചിട്ടുണ്ട്. സാധിച്ച ശേഷം അവർ വന്ന് എന്താണോ പൂജ ചെയ്യേണ്ടത് അത് ചെയ്തു വരുന്നു. ഈ അടുത്ത ആഴ്ചയും അവിടുന്ന് ഒരു കൂട്ടർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടുത്തെ പ്രധാന പൂജ ഇതാണ്. കോഴി വെട്ടി അറുത്ത് എല്ലാവരും കൂടി ഇവിടെ പാചകം ചെയ്ത് ആഹാരം കഴിക്കുക. കോഴീനെ ആഹാരം വെച്ച് കഴിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ പ്രദേശത്തിന് എനിക്ക് തോന്നുന്നു ഞാനിത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ പല സിനിമകളും ഷൂട്ടിങ്ങിന് പല സിനിമകള് വരാറുണ്ട്. അതുപോലെ കളിയാട്ടം ഓൾമോസ്റ്റ് സുരേഷ് ഗോപിയുടെ കളിയാട്ടം സിനിമ മുഴുവൻ ഇവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്. അതേപോലെ പല സിനിമകളിലും ഈ പ്രദേശങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ അവിടെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പം ആ മരത്തിന്റെ അവിടെയൊക്കെ കണ്ടില്ല, എന്താ വീടൊക്കെ കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത്? അതെന്തുവാ? അതാണ് പറഞ്ഞത്. ഇപ്പൊ കാര്യസാധ്യം വന്ന ശേഷം അവര് വന്ന് പൂജ ചെയ്യും. ഇപ്പൊ വീടില്ലാത്തവര്, എത്ര ശ്രമിച്ചിട്ടും ഒരു വീട് പണിയാൻ പറ്റാത്തവര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് അവർക്ക് അനുഗ്രഹം കിട്ടി ഒരു വീട് അവർക്ക് വേഗം പൂർണ്ണമാകും. അപ്പോ ആ വീട് ഇവിടെ പ്രാർത്ഥിച്ചതിന്റെ അനുഗ്രഹം കൊണ്ടാണെന്നുള്ള വിശ്വാസത്തിൽ അവർ ഒരു വീടിന്റെ ഷേപ്പില് ഒരു മരത്തിന്റെ ഒരു വീട് ഇവിടെ കെട്ടിത്തൂക്കും. ദൈവത്തിനൊരു അതാണ് ഈ വഴിപാട് നടന്നാണ് ഇതെല്ലാം അല്ലെ. അതുപോലെ തന്നെ ഈ പ്രദേശം മൊത്തം നോക്കിയാ ആ പ്രദേശം മൊത്തം അതേപോലെ കുട്ടികളില്ലാത്തവര് കുട്ടി ഉണ്ടായി കഴിയുമ്പോ ഒരു തൊട്ടില്, മരത്തിന്റെ ഒരു ചെറിയ തൊട്ടില് ഇവിടെ കൊണ്ട് തൂക്കി. അതാണ് അവിടെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. ഓക്കെ. അങ്ങനെ പല കാര്യങ്ങൾ സാധിക്കുമ്പോ അതിനനുസരിച്ച് എന്തെങ്കിലും പൂജ ചെയ്യും. ഇവിടെ പലർക്കും നല്ല വിശ്വാസമാണ് ചിങ്ങഞ്ചിറ മുത്തപ്പൻ. അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യം സാധിക്കും എന്ന് പറഞ്ഞ് പലരും ഇവിടെ പ്രാർത്ഥിച്ച് കാര്യം സാധിച്ചു കഴിയുമ്പോൾ അതിനുള്ള അതിൻ്റെതായിട്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് വേണ്ട പൂജകളൊക്കെ ചെയ്യാറുണ്ട്. ആർക്ക് വേണം അതുപോലെ അനുഗ്രഹം പ്രാപിച്ചു പോയി വന്നിട്ട് അതിന്റെ ഒരു പ്രത്യുപകാരമായിട്ട് ഇങ്ങനെ ചെയ്തു വെക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഒരു ജാതി മത ഭേദമില്ലാതെ എല്ലാവരും സന്തോഷത്തോടും സഹോദര്യത്തോടും ജീവിക്കുന്ന ഒരു ജില്ലയാണിത്. എല്ലാവരും വന്ന് വിളക്ക് കൊളുത്തും പൂജയൊക്കെ ചെയ്യും. എല്ലാവർക്കും ചെയ്യും. ഓക്കെ. പ്രകൃതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വലിയൊരു കുളമാണ്. ഇപ്പൊ വേനലായപ്പോ ഈ വർഷം വേനൽ അല്പം കൂടുതലായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. അപ്പം വെള്ളമെല്ലാം വറ്റി കുളമാണെന്നേ അറിയുന്നില്ല. ശരിക്കും മഴക്കാലത്ത് ഇതൊരു വലിയ കുളമാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്കും പുഴയും ഒക്കെ കണ്ടു. പക്ഷെ എല്ലാം ഉണങ്ങി കിടക്കുവാണ്.
നിറയെ പുഴകളും ആ. മലകളും ആ. കുളങ്ങളും ഉള്ള ഒരു നാടാണ്. വളരെ സൗന്ദര്യമുള്ള ഒരു നാടാണ്. പക്ഷെ ഉം. ഇത് വേനൽ അധികമായപ്പോൾ, ചൂട് കൂടിയപ്പോൾ അതെല്ലാം വറ്റി വരേണ്ടതാണ്. ആ ഓക്കെ. എനിവേ താങ്ക് യു. നല്ല പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നതും അതുപോലെ ഇതുപോലെയുള്ള ഒരു മരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സ്ഥലം ഈ മരത്തിന്റെ ഈ വള്ളി തൂങ്ങിക്കിടക്കുന്ന വള്ളികളിലൊക്കെ ഇങ്ങനെ ഊഞ്ഞാലാടും ആളുകൾ. നല്ല സ്ട്രോങ് അല്ലേ? സ്ട്രോങ് ഊഞ്ഞാല് വേണമെങ്കിൽ ആടി നോക്കായിരുന്നു. നമുക്ക് ആടി നോക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് കിട്ടില്ല. ഭയങ്കര അമ്മോ, കാലിങ്ങനെ പൊക്കി ആടണം, നടക്കില്ല. ഇങ്ങനെ ആടൂല്ലേ? ആർക്കെങ്കിലും ആടാൻ പറ്റുമോ? വണ്ണം കുറവുള്ളവർക്ക് പറ്റും. ഹായ്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന പ്രകൃതി സുന്ദര ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നെൽപ്പാടങ്ങളും കരിമ്പനകളും തെങ്ങിൻ തോട്ടങ്ങളും എല്ലാം ഇടതൂർന്ന് നിൽക്കുന്ന പ്രകൃതി സുന്ദരമായ കൊല്ലങ്കോട് എന്ന ഗ്രാമം. ഈ കൃഷിയെ, നെൽകൃഷിയെയും ഇഞ്ചിക്കൃഷിയെയും എല്ലാം സംരക്ഷിക്കുന്ന ഒരു ബോർഡറായി, കേരളത്തിൻ്റെ തന്നെ ഒരു ബോർഡറായി നമ്മെ സംരക്ഷിക്കുന്ന പശ്ചിമഘട്ട മലനിരകളാണ് നാം ഈ കാണുന്നത്. മേഘാവൃതമായതിനാൽ മലയുടെ മുകൾ ഭാഗം അത്ര ക്ലിയർ അല്ല, എങ്കിലും മലനിരകൾ നമുക്ക് കാണാം. ഈ പശ്ചിമഘട്ട മലനിരകൾക്ക് താഴെ നെൽകൃഷിയും ഇഞ്ചിക്കൃഷിയുമുള്ള ഒരു പ്രകൃതി സൗന്ദര്യമുള്ള ഒരു ഗ്രാമമാണ് കൊല്ലങ്കോട് എന്ന പ്രകൃതി സുന്ദര ഗ്രാമം. ഇനി നമുക്ക് ഈ ഗ്രാമത്തിലെ ഈ കൃഷിയെ നോക്കുന്നതിനായുള്ള ഒരു വീട്ടിലേക്ക് യാത്ര ചെയ്യാം. ഇത് പഴയ ഒരു നായർ വീടാണ്. ഈ വീടിന് വലിയൊരു മുറ്റമുണ്ട്. ഈ മുറ്റം നെൽകൃഷി ചെയ്ത് നെല്ല് ഉണക്കാനുള്ള സൗകര്യത്തിലാണ് ഇത്ര വലിയ മുറ്റം കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആ പഴയ തറവാട്ടിലേക്ക് ഒന്ന് ചെല്ലാം. ഇതാണ് പഴയ വീട്. ഇതിനുള്ളിലായിട്ട് ഒരു വലിയ റൂമുണ്ട്. ഇത് പണ്ടുകാലത്ത് അച്ഛനമ്മമാരും കുട്ടികളും എല്ലാവരും കൂടി 9 മക്കളുണ്ടായിരുന്നു. ആ 9 പേരും കൂടി ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണിത്, ഒരു റൂമാണ്. ഇവിടെയാണ് എല്ലാവരും രാത്രി കിടക്കുന്നത്. ഈ റൂമിലാണ്. ഇതിന്റെ മോൾ ഭാഗം മച്ച് ഇട്ടിരിക്കുന്നതാണ്. മരം കൊണ്ടുള്ള പണിത്തരങ്ങളാണ്. ഈ ചുമരുകൾ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ചുമരുകളെല്ലാം മൺചുമരുകളാണ്. മൺചുമര് കട്ടിയായി പണിതിരിക്കുകയാണ്. 16 വണ്ണം 8 വണ്ണം എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അത്രയും കട്ടിയിലാണ് മൺചുമരായി നിർമ്മിച്ചിരിക്കുന്നത്. ഈ റൂമിൽ എപ്പോഴും നല്ല തണുപ്പായിരിക്കും.